GChemPaintലെ എഡിറ്റ്, പ്രഫറൻസസ്, ടെംപ്ലേറ്റ്സ്, റെസിഡ്യൂസ് എന്നിവയെക്കുറിച്ചുള്ള ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് പ്രഫറൻസസ് എഡിറ്റ് ചെയ്യുന്നത്, ടെംപ്ലേറ്റ്സ് കൈകാര്യം ചെയ്യുന്നത്, റെഡി ടെംപ്ലേറ്റ്സ് തിരഞ്ഞെടുക്കുന്നതും ഉപയോഗിക്കുന്നതും, ഒരു പുതിയ ടെംപ്ലേറ്റ് ചേർക്കുന്നത്, കൂടാതെ residuesന്റെ ഉപയോഗം, റെസിഡ്യൂസ് എഡിറ്റ് ചെയ്യുന്നത്, ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ഓസ് വെർഷൻ 1204, ഗ്ചെമ്പെയിന്റ് വെർഷൻ 01210. ഈ ട്യൂട്ടോറിയലിനായി ഗ്ചെമ്പെയിന്റ് കെമിക്കൽ സ്ട്രക്ചർ എഡിറ്റർ അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരു പുതിയ ഗ്ചെമ്പെയിന്റ് ആപ്ലിക്കേഷൻ തുറന്നിട്ടുണ്ട്. പ്രഫറൻസസ് എഡിറ്റ് ചെയ്തുകൊണ്ട് ഈ ട്യൂട്ടോറിയൽ തുടങ്ങാം. എഡിറ്റ് മെനുവിൽ പ്രഫറൻസസ് ക്ലിക്ക് ചെയ്യുക. ഗ്ചെമ്പെയിന്റ് പ്രഫറൻസസ് വിൻഡോ തുറക്കുന്നു. ആദ്യത്തെ ഫീൽഡ് ആയ ഡിഫോൾട്ട് കംപ്രഷൻ ലെവൽ ഫോർ ഗ്ചെമ്പെയിന്റ് ഫയൽസ് സേവ് ചെയ്യുമ്പോൾ ഉപയോഗപ്രദമാണ്. ഡിഫോൾട്ട് ആയി ഇത് 0 ആണ്. 0 അല്ലെങ്കിൽ ഫയൽ ഗ്സിപ്പ് ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുന്നു. ഇൻവെർട്ട് വെഡ്ജ് hashesനെ പറ്റി മറ്റൊരു ട്യൂട്ടോറിയലിൽ നോക്കാം. GChemPaintൽ ഓരോ ഡോക്യുമെന്റിനും ബന്ധപ്പെട്ട ഒരു തേമെ ഉണ്ടായിരിക്കും. നമുക്ക് ഡിഫോൾട്ട് തേമെ ആയി ഗ്ചെമ്പെയിന്റ് തന്നെ നിലനിർത്താം. ഇപ്പോൾ തീംസ് സെക്ഷനിലെ അറോവ്സ് വിശദമാക്കാൻ നോക്കാം. ടൂൾ ബോക്സിലെ വിവിധ തരത്തിലുള്ള അറോവ്സ് നിരീക്ഷിക്കുക. അഡ് അൻ അറോ ഫോർ അൻ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ, അഡ് a പെയർ ഓഫ് അറോവ്സ് ഫോർ a റിവേഴ്സിബിൾ റിയാക്ഷൻ, അഡ് അൻ അറോ ഫോർ a റെട്രോസിന്തസിസ് സ്റ്റെപ്പ്, അഡ് a double-headed arrow to represent mesomery. ഈ 4 arrowsഉം ഡിസ്പ്ലേ areaയിൽ ചേർക്കാം. അഡ് അൻ അറോ ഫോർ അൻ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിസ്പ്ലേ areaയിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ മറ്റ് arrowsഉം ഞാൻ ഡിസ്പ്ലേ areaയിൽ ചേർക്കുന്നു. പ്രഫറൻസസ് ഡയലോഗ് ബോക്സിലെ തീംസ് ഫീൽഡിൽ നിന്ന് അറോവ്സ് തിരഞ്ഞെടുക്കുക. ഒരു കോണ്ടെക്സ്റ്റുവൽ മെനു തുറക്കുന്നു. ഇവിടെ നമുക്ക് arrowsന്റെ ലെങ്ത്, വിഡ്ത്, ഡിസ്റ്റൻസ് എന്നിവ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. മൌസ് കൊണ്ട് അപ്പ് അല്ലെങ്കിൽ ഡൌൺ അറോ trianglesൽ ക്ലിക്ക് ചെയ്യുക. ഡിസ്പ്ലേ areaയിലെ arrowsൽ വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. ഇപ്പോൾ അറോവ്സ് headനെ കുറിച്ച് പഠിക്കാം. A, B, C യുടെ ഡിഫോൾട്ട് മൂല്യങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നു. A, B, C പാരാമീറ്റർസ് അറോ headsന്റെ രൂപത്തിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്നു. ഓരോന്നിന്റെ മൂല്യവും കൂട്ടിയും കുറച്ചും അറോ headsൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. വിൻഡോ ക്ലോസ് ചെയ്യുന്നതിനായി ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡിസ്പ്ലേ ആരിയ വൃത്തിയാക്കാം. എല്ലാ ഒബ്ജക്റ്റ്സും സിലക്റ്റ് ചെയ്യാനായി Ctrl+A പ്രസ് ചെയ്യുക. എഡിറ്റ് മെനുവിലേക്ക് പോയി ക്ലിയർ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ടെംപ്ലേറ്റ്സ് മാനേജ് ചെയ്യുന്നത് നോക്കാം. യൂസ് ഓർ മാനേജ് ടെംപ്ലേറ്റ്സ് ടൂൾ ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടി ഡയലോഗ് ബോക്സ് തുറക്കുന്നു. പ്രോപ്പർട്ടി ഡയലോഗ് ബോക്സ് ടെംപ്ലേറ്റ്സിന്റെ ഒരു ഡ്രോപ്പ് ഡൌൺ ലിസ്റ്റ് ഉൾക്കൊള്ളുന്നു. അമിനോ ആസിഡ്സ്, അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്, ന്യൂക്ലിക്ക് ബേസസ്, ന്യൂക്ലിയോസൈഡ്സ്, സാക്കറൈഡ്സ് എന്നിവ ലിസ്റ്റിൽ കാണാം. ഓരോ ഐറ്റത്തിനും ഒരു സബ് മെനു ഉണ്ട്. അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് തിരഞ്ഞെടുത്തിട്ട് സബ് മെനുവിൽ നിന്ന് ബെൻസീൻ ക്ലിക്ക് ചെയ്യുക. ബെൻസീൻ സ്ട്രക്ചർ പ്രോപ്പർട്ടി പേജിൽ കാണുന്നു. ബെൻസീൻ സ്ട്രക്ചർ ഡിസ്പ്ലേ ചെയ്യുന്നതിനായി ഡിസ്പ്ലേ areaയിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ നഫ്തലീൻ സ്ട്രക്ചർ തിരഞ്ഞെടുത്തിട്ട് ഡിസ്പ്ലേ areaയിൽ ക്ലിക്ക് ചെയ്യുക. മറ്റ് സ്ട്രക്ചർസ് നിങ്ങൾ തനിയെ ഡിസ്പ്ലേ areaയിലേക്ക് സിലക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഫയൽ സേവ് ചെയ്യാം. ടൂൾ ബാറിൽ സേവ് തെ കറന്റ് ഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.
സേവ് ആസ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു. ഫയലിന്റെ പേര് ബെൻസീൻ എന്ന് എന്റർ ചെയ്തിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിലവിലുള്ള ടെംപ്ലേറ്റ് ലിസ്റ്റിലേക്ക് ഒരു പുതിയ ടെംപ്ലേറ്റ് ചേർക്കുന്നതെങ്ങനെയെന്ന് പഠിക്കാം. ടൂൾ ബാറിൽ നിന്ന് ഓപ്പൻ a ഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഫയലുകളും ഫോൾഡറുകളും ഉള്ള ഒരു വിൻഡോ തുറക്കുന്നു. ലിസ്റ്റിൽ നിന്ന് ഹെക്സാനെ തിരഞ്ഞെടുക്കുക. ഓപ്പൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടെംപ്ലേറ്റിന്റെ പ്രോപ്പർട്ടി പേജിൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ന്യൂ ടെംപ്ലേറ്റ് പ്രോപ്പർട്ടി പേജ് തുറക്കുന്നു. പ്രോപ്പർട്ടി പേജിന് രണ്ട് ഫീൽഡുകളുണ്ട്, നെയിമും കാറ്റഗറിയും. കാറ്റഗറി ഫീൽഡിന് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കാറ്റഗറി ചേർക്കുകയോ ചെയ്യാം. ടെക്സ്റ്റ് ഫീൽഡിൽ ഹൈഡ്രോകാർബൺസ് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു പുതിയ കാറ്റഗറി ചേർക്കാം. നെയിം ഫീൽഡിൽ കമ്പൌണ്ടിന്റെ പേര് ഹെക്സാനെ എന്ന് എന്റർ ചെയ്യുക. ഡിസ്പ്ലേ ഏരിയയിലെ ഹെക്സാനെ സ്ട്രക്ചറിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ന്യൂ ടെംപ്ലേറ്റ് പ്രോപ്പർട്ടി പേജിൽ കാണിക്കുന്നു. ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടെംപ്ലേറ്റ്സ് ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുക. ഹൈഡ്രോകാർബൺസ് കാറ്റഗറി തിരഞ്ഞെടുക്കുക. ടെംപ്ലേറ്റ് ലിസ്റ്റിൽ ഹെക്സാനെ സ്ട്രക്ചർ ചേർക്കപ്പെട്ടതായി കാണാം. ഹൈഡ്രോകാർബൺസ് കാറ്റഗറിയിൽ ഒക്ടേൻ സ്ട്രക്ചർ നിങ്ങൾ തനിയെ ചേർക്കുക. ഹെക്സാനെ ഫയൽ ക്ലോസ് ചെയ്യാം. ഫയൽ ക്ലോസ് ചെയ്യാനായി ഫയൽ മെനുവിൽ ക്ലോസ് തിരഞ്ഞെടുക്കുക. ടെംപ്ലേറ്റ്സ് പ്രോപ്പർട്ടി പേജ് ക്ലോസ് ചെയ്യാനായി സെലക്ട് ഒനെ ഓർ മോർ ഒബ്ജക്റ്റ്സ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ residuesനെ കുറിച്ച് പഠിക്കാം. റെസിഡ്യൂസ് ഉപയോഗിക്കുന്നത് കാർബൺ ചെയിനിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്വഭാവം കണ്ടുപിടിക്കാൻ. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ അറിയുന്നതിന് ഡേറ്റാബേസിൽ ഒരു പുതിയ ഫങ്ഷണൽ ഗ്രൂപ്പ് ചേർക്കുന്നതിന് ടൂൾസ് മെനുവിൽ എഡിറ്റ് റെസിഡ്യൂസ് ക്ലിക്ക് ചെയ്യുക. റെസിഡ്യൂസ് വിൻഡോ തുറക്കുന്നു. ഇതിന് 3 ബട്ടണുകളുണ്ട്: ന്യൂ, സേവ്, ഡിലീറ്റ്. ന്യൂ ബട്ടണ് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നിന്ന് എൻപിആർ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട residueന്റെ നെയിമും symbolഉം ഐഡന്റിറ്റി ടാബ് കാണിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട residueന്റെ സ്കെലറ്റൽ സ്ട്രക്ചർ ഫോർമുല ടാബ് കാണിക്കുന്നു. അതുപോലെ സെക്കൻഡറി ബ്യൂട്ടൈലിനായി S-BU തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുക്കപ്പെട്ട residueന്റെ സിംബൽ, നെയിം, സ്കെലറ്റൽ എന്നിവ നിരീക്ഷിക്കുക. ഇപ്പോൾ ഹൈഡ്രോക്സി ഗ്രൂപ്പ് എന്ന ഒരു പുതിയ റെസിഡ്യൂ ചേർക്കാം. ഒരു പുതിയ റെസിഡ്യൂ ചേർക്കാൻ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സിംബൽ ഫീൽഡിൽ OH എന്ന് ടൈപ്പ് ചെയ്യുക. ഹൈഡ്രോക്സി എന്ന് പേര് നൽകുക. ഫോർമുല ടാബിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ബുള്ളറ്റഡ് ബോണ്ട് കാണാം. ആ ബോണ്ടിന് അടുത്ത് കർസർ കൊണ്ടുവന്ന് ക്യാപിറ്റൽ O പ്രസ് ചെയ്യുക. Oയും OSഉം അടങ്ങിയ ഒരു സബ് മെനു തുറക്കുന്നു. O തിരഞ്ഞെടുക്കുക. OH ഗ്രൂപ്പ് ബോണ്ടിൽ അറ്റാച്ച് ചെയ്യുന്നു. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലിസ്റ്റ് കാണുന്നതിനായി ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OH റെസിഡ്യൂ ലിസ്റ്റിൽ ചേർക്കപ്പെട്ടതായി കാണാം. വിൻഡോ ക്ലോസ് ചെയ്യാനായി ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത്: പ്രഫറൻസസ് എഡിറ്റ് ചെയ്യുന്നത്, ടെംപ്ലേറ്റ്സ് കൈകാര്യം ചെയ്യുന്നത്, റെഡി ടെംപ്ലേറ്റ് സിലക്റ്റ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത്, ഒരു പുതിയ ടെംപ്ലേറ്റ് ചേർക്കുന്നത്, residuesന്റെ ഉപയോഗവും അവ എഡിറ്റ് ചെയ്യുന്നതും. അസൈൻമെന്റ്: ടെംപ്ലേറ്റ്സ് ലിസ്റ്റിൽ നിന്ന് സാക്കറൈഡ്സ് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക. മറ്റ് റെസിഡ്യൂസ് പരീക്ഷിച്ചു നോക്കുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്.
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, ഐറ്റ് ബോംബേ. നന്ദി.